ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. ഹല്ലേലൂയ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാനായി നമ്മൾ പരിശ്രമിക്കുമ്പോൾ, പരിശുദ്ധാത്മാവെ നിൻ്റെ ശക്തിയും വരദാനങ്ങളും കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനാശംസകൾ നേരുന്നു. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം തിരുവചനം. വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു വചനമാണിത്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ വചനമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ 10:30 യേശു പറയുകയാണ്, ഞാനും പിതാവും ഒന്നാണ്. എന്തോ ആഴമാണ് ആ വചനത്തിന്. യേശു പറയുകയാണ്, അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, എല്ലാവരോടും പറയുകയാണ്, ഞാനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞാൽ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ പിതാവ് സംസാരിക്കുന്നു. ഓരോ അത്ഭുത പ്രവൃത്തിയിലും പിതാവ് മഹത്വപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങളെയും പിതാവ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരുമിച്ച് ചേർന്ന് ത്രിയേക ദൈവം മഹത്വപ്പെടുന്ന ഒരു സംഭവമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നാം യേശുവുമായി ഒന്നായി മാറുക. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, പിതാവും ഞാനും ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ യേശുവും ഞാനും, യേശുവും നീയും, യേശുവും നമ്മുടെ കുടുംബവും ഒന്നായി മാറുമ്പോൾ യേശു ക്രിസ്തു എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഒന്നൊന്നായി അത് നടപ്പാവും. എന്തോ ഒരു വലിയൊരു അഭിഷേകത്തിൻ്റെ ചരിത്രമാണ്, എന്തൊരു വലിയൊരു കൃപയുടെ ചരിത്രമാണ്. യേശുവിൻ്റെ ഏറ്റവും വലിയ ശക്തി ഞാനും പിതാവും ഒന്നാണ്. നഥാനിയേൽ എന്ന് പറയുന്ന ഒരു ശിഷ്യനെ യേശു വിളിക്കുന്ന ഒരു രംഗമുണ്ട്. വാസ്തവത്തിൽ ഫിലിപ്പോസാണ് ഈ നഥാനിയേലിനെ യേശുവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അത് നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിലാണ് കാണുന്നത്. നോക്കുക, നഥാനിയേലിനെ ഫിലിപ്പോസ് കണ്ടുമുട്ടി. അപ്പോൾ യേശുവിൻ്റെ വിശേഷങ്ങൾ ഫിലിപ്പോസ് പറയുകയാണ്. ഫിലിപ്പോസ് യേശുവിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ നഥാനിയേലിനൊരു ആകാംക്ഷ, എന്നാൽ ഈ യേശുവിനെ ഒന്ന് കണ്ടു കളയാം, എന്തൊക്കെയാണ് യേശുവിൻ്റെ കാര്യങ്ങൾ. ഫിലിപ്പോസ് ഒന്നും കൂടെ ഒന്ന് വിസ്തരിച്ച് പറയാൻ തുടങ്ങി യേശുവിനെക്കുറിച്ച് അങ്ങനെ വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നഥാനിയേലിനൊരു സംശയം, അല്ല, നസറത്തിൽ നിന്ന് ഇതൊക്കെ നടക്കുമോ? നസറത്തിൽ നിന്ന് യേശു എന്ന് പറയുന്ന ഒരാളൊക്കെ വരുമോ? ദൈവം നസറത്തിൽ നിന്ന് വരുമോ? ഇതൊരു ശരിക്കും നടക്കാൻ പോണ കാര്യമാണോ? ഒരു ചെറിയൊരു സന്ദേഹം നമ്മുടെ നഥാനിയേലിന്. അപ്പോൾ ഫിലിപ്പോസ് പറയുന്ന ഒരു കാര്യം, വന്ന് കാണുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്ന ഒരു കാര്യം, ഇതൊരു യേശു ശിഷ്യനെ നോക്കി മാത്രം പറയുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ പറയരുത്. കുടുംബത്തിൽ ചില കാര്യങ്ങൾ നടക്കാൻ പാടില്ലാത്തൊക്കെ നടന്നു കഴിയുമ്പോൾ കർത്താവ് വന്ന് പറയുന്നൊരു കാര്യം ഇതാണ്, വന്ന് കാണുക, യേശുവിനെ വന്ന് കാണുക. നീ അറിയേ എന്താണ് യേശു എന്നറിയേ, ആരാണ് യേശു എന്നറിയേ, യേശുവിലൂടെ രക്ഷയുണ്ടോ ഇല്ലയോ നമ്മളെന്നറിയേ. പല മനുഷ്യരും യേശുവിനെ ഒന്ന് അനുഭവിച്ചറിയാൻ വേണ്ടി വലിയ വിശ്വാസമൊന്നുമില്ലെങ്കിലും ധ്യാനകേന്ദ്രങ്ങളിൽ വന്ന് 3, 4 ദിവസം 5 ദിവസം കർത്താവിന് മുമ്പിലിരുന്ന് കർത്താവിനൊന്ന് വന്ന് കാണാൻ വേണ്ടി വരുന്ന ആളുകളാണ് ഇവർ. വന്നിട്ട് യേശുവിന് മുമ്പിൽ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് എത്രയോ കൃപ സ്വീകരിച്ച് കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, കർത്താവിൻ്റെ വചനം ഇന്ന് നീ എവിടെയായിരിക്കുന്നുവോ അവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ കർത്താവ് നിന്നോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വന്ന് കാണുക. കർത്താവിനെ നീ ഒന്ന് കാണുക, കർത്താവിൻ്റെ വചനം നീ ഒന്ന് കേൾക്കണം. കുടുങ്ങിക്കിടക്കാതെ ജീവിതത്തിൽ അസ്വസ്ഥതകളിൽപ്പെട്ട് എന്നും ഒരു ദുരവസ്ഥ പോലെ ഇങ്ങനെ പരിതപിച്ചുകൊണ്ടിരിക്കാതെ കർത്താവിനെ നീ ഒന്ന് വന്ന് കാണണം. കർത്താവ് എന്താണ് രക്ഷ നൽകുന്നതെന്ന് നീ ഒന്നറിയണം. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഈ നഥാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ, ഈ ഒരു ശിഷ്യനാകാൻ വേണ്ടി ഒരു ചെറിയ ആഗ്രഹമൊക്കെ ഉള്ളൊരു മനുഷ്യൻ യേശുവിനെ വന്ന് കണ്ടു. യേശുവിനെ വന്ന് കണ്ടപ്പോൾ യേശു ഈ മനുഷ്യൻ്റെ ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. നഥാനിയേലേ, നീ അന്ന് അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടിരുന്നു.
കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നഥാനിയേലിന് ഒരു ഉത്സാഹം കൂടി, ഒരു വലിയൊരു ബോധ്യം ഇങ്ങനെ നഥാനിയേലിന് കിട്ടുകയാണ്. നഥാനിയേൽ ഇങ്ങനെ അടുത്ത് വന്നു. നഥാനിയേലിനെ നോക്കി യേശു പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അവസാനം നഥാനിയേൽ പറയുകയാണ്, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്. ഓക്കെ, നഥാനിയേൽ വെറുതെ കർത്താവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഫിലിപ്പോസ് പറഞ്ഞു, നീ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്ക്, നീ ഇങ്ങനെ മുരടിച്ച് ജീവിക്കാതെ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കാണാൻ വേണ്ടി വന്ന ആ ഒരു നഥാനിയേൽ അവസാനം പറയുന്ന ഒരു കാര്യം, റബ്ബി, നീ ദൈവപുത്രനാണ്. അപ്പോൾ യേശു പറഞ്ഞ അടുത്ത കാര്യം എന്താണെന്നറിയോ? ഞാനൊരു ചെറിയൊരു കാര്യം, ഒരു ചവറ് കാര്യം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നിനക്ക് ഒരു വലിയൊരു ഉൾക്കാഴ്ച കിട്ടിയല്ലേ നഥാനിയേലേ? എന്നിട്ട് കർത്താവ് ഈ മകനെ അല്പം കൂടി അടുത്തേക്ക് ക്ഷണിക്കുകയാണ്. വന്ന് കണ്ടിട്ട് പോകാനുള്ളതല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് യേശുവിനെ സ്വീകരിക്കണം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നഥാനിയേലേ, നീ ഇതിനേക്കാട്ടിലും വലിയ കാര്യങ്ങൾ കാണും. പ്രിയപ്പെട്ട സഹോദരി, ഏത് ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയിലും നീ വീട്ടിലിരുന്ന് വചനം കേൾക്കുകയാണെങ്കിൽ തീരുമാനമെടുക്കുക, നീ വലിയ കാര്യങ്ങൾ കാണും. കർത്താവിനെ വന്ന് കണ്ടാൽ നിൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കാണും. കർത്താവിൻ്റെ മുഖത്ത് നോക്കിയവർ പ്രകാശിതരായി എന്ന് വചനം പറയുന്നുണ്ടല്ലോ. അപ്പോൾ കുടുംബത്തോടു കൂടി ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ഒന്ന് ധ്യാനം കൂടണം, വചനം കേൾക്കണം, ദൈവത്തെ സ്തുതിക്കണം, വിശുദ്ധ കുർബാനയിൽ കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവിനെ ഒന്ന് വന്ന് കാണുക എന്ന് പറയണത് ഒരു ചെറിയ കാര്യമായിട്ട് നീ പരിഗണിക്കരുത്. വന്ന് കണ്ടാൽ നീ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കാണും. കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? നിന്നിലൂടെ നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ. കർത്താവ് നിൻ്റെ ഉള്ളിൽ വരാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദര, ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുന്നു. എന്ത് മ്ലേച്ഛതയിൽ കുടുങ്ങി ജീവിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, നീ ആ ഹൃദയവാതിൽ കർത്താവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുത്താൽ ഇതാ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഒരു നീ വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിൻ്റെ പരിചയക്കാർ വന്ന് നിൻ്റെ വാതിലിൽ മുട്ടിയ നീ ആ വ്യക്തിയെ സ്വീകരിച്ചിരുത്തും, ആ വ്യക്തിയോട് സംസാരിക്കും. അയൽവാസി വന്ന് വാതിലിൽ മുട്ടിയ സ്വീകരിച്ചിരുത്തും ഒക്കെ ചെയ്യും. വലിയ കാര്യങ്ങളൊന്നും നിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ആളുകളല്ല ഇവർ. നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുള്ള മനുഷ്യരും അല്ല ഇത്. എന്നാൽ നമ്മെ സൃഷ്ടിച്ച കർത്താവ് പറയുകയാണ്, നീ വന്ന് കാണുക, എന്നിട്ട് ഞാൻ നിൻ്റെ ഉള്ളിൽ വരട്ടെ, ഞാൻ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ. കർത്താവ് നൽകുന്ന ഈ ഒരു വലിയ ക്ഷണം നീ സ്വീകരിച്ചാൽ നഥാനിയേലിനോട് പറഞ്ഞ അതേ വചനം നിൻ്റെ കുടുംബത്തെ നോക്കി കർത്താവ് പറയുകയാണ്, നീ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണും. ഇന്ന് വരെ കാണാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും നീ യേശുവിൽ നിന്ന് അനുഭവിക്കും. വിശ്വാസത്തോടെ തീഷ്ണതയോടെ തീരുമാനമെടുക്കണം. കർത്താവിനെ ഞാനൊന്ന് വന്ന് കാണും, എൻ്റെ ഈശോയെ ഞാനൊന്ന് വന്ന് കാണും, കുരിശിൽ മരിച്ച കർത്താവിനെ ഞാനൊന്ന് കാണും. കുരിശുമായിട്ട് കർത്താവ് ഇതിങ്ങനെ നടന്നു പോകുമ്പോൾ വലത് കൈ കൊണ്ട് കർത്താവ് ഇങ്ങനെ കുരിശിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നീ ചിന്തിക്കണം, ആ ഇടത് കൈ നിനക്ക് നേരെ നീട്ടിപ്പിടിക്കുകയാണ്. ആ ഇടത് കൈയിൽ നീ പിടിച്ചാൽ നിന്നെ എടുത്തുയർത്താൻ കർത്താവിന് വലിയ ഭാരമില്ല. കാരണം നിൻ്റെ ഭാരം ഇതാ വലത് കൈയിലെ കുരിശിൽ കർത്താവ് പിടിച്ചിരിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും ഇതാ കൽവരി മലയിലേക്ക് നടന്നു പോകുമ്പോൾ വലത് കരത്തിൽ കർത്താവ് ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ഈ ഭാരമായിട്ട് കർത്താവ് വേച്ച് നടക്കുമ്പോൾ ഇതാ ഇടതുകരം നിന്റെ കുടുംബത്തിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ നീ ആ കരത്തിലൊന്ന് പിടിച്ചാൽ കർത്താവിന് നിന്നെയും നിൻ്റെ കുടുംബത്തെയും എടുത്തുയർത്താനും അത്ഭുതകരമായി അടയാളങ്ങൾ എല്ലാ സൗഖ്യവും നൽകി കർത്താവ് അനുഗ്രഹിക്കാനും സാധിക്കും. നീ വന്ന് കാണണം, കർത്താവിനെ അനുഭവിച്ചറിയണം, അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കണം. യേശു നാമത്തിൽ നീ അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? പൈശാചികമായ ശക്തി, തിന്മയുടെ ശക്തി നിന്നെ നോക്കി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, നിന്നെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഞാനും നീയും ഒന്നാണ്. നോക്കുക, ബൈബിളിൽ പിശാചിനെ കുറിച്ച് പറയണത് ഇവൻ കുതന്ത്രങ്ങളുടെ രാജാവാണെന്നാണ് പറയണത്. എന്ത് വിധേനയും പിശാച് ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഞാനും നീയും ഒന്നാണ്, നമ്മൾ തമ്മിൽ ശത്രുക്കളല്ല, നമ്മൾ സ്നേഹത്തിൽ കഴിയേണ്ടവരാണ്. ഇങ്ങനെയാണ് പിശാച് ഓരോ മനുഷ്യനെയും പ്രലോഭിപ്പിക്കുന്നത്. നീ നോക്കിയേ, ആദ്യത്തെ ആ കുടുംബത്തെ നോക്കുക, ആദവും ഹവ്വായും നിറഞ്ഞ കുടുംബത്തിലേക്ക് കുതന്ത്രങ്ങളുടെ രാജാവായ പിശാച് അവിടെ കടന്നു വന്നിട്ട് അവരോട് ദേഷ്യപ്പെട്ടതായിട്ട് പറയണില്ല, അവരോട് മോശമായിട്ടൊന്നും പറഞ്ഞായിട്ട് പറയണില്ല. സ്നേഹത്തോടെ അവരെ വളച്ച് കൊണ്ട് കുഴി കൊണ്ട് ചാടിച്ചു. നോക്ക്, പിശാച് പറയണത്, നീ എൻ്റെ കൂടെ വാ, നീ എൻ്റെ കൂടെ നടക്ക്, നീ ഒന്ന് വന്ന് കാണ്. ഈ ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഒന്ന് വന്ന് കാണുക. പിശാചം പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? വന്ന് കാണുക. യേശു പറയുന്ന കാര്യം എന്താണെന്നറിയോ? വന്ന് കണ്ടിട്ട് നീ വെറുതെ പോകരുത്, അനുഭവിക്കുക. പിശാച് പറയുന്ന കാര്യം എന്താണ്? വന്ന് കാണുക,
ഞാൻ തരുന്ന ചില കാര്യങ്ങൾ നീ അനുഭവിക്കുക. യേശു പറഞ്ഞത് എന്താണ്? നീ എൻ്റെ കൂടെ വരിക, നീ പൂർണ്ണമായിട്ട് എന്നെ അനുഭവിച്ചറിയുക, സ്വർഗം നിനക്ക് തരാൻ പോവുക, നിൻ്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷമൊക്കെ തരാൻ പോവുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ ലേഖനം 5:22 പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്തൊക്കെയാണെന്നറിയോ? ആനന്ദം, സമാധാനം, ക്ഷമ, ആത്മസംയമനം, ഇങ്ങനെ ഒരുപാട് ഫലങ്ങൾ ലഭിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിൻ്റെ ഉള്ളിലേക്ക് വരിക, നീയുമായിട്ട് ഒന്നാവുക. പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നീയും ഒന്നായി മാറിയാൽ, നീ അറിയാണ്ട് നിനക്കൊരു ക്ഷമ കിട്ടും. പരിശുദ്ധാത്മാവ് നീ ഒന്നായി മാറിയാൽ, നീ അറിയാണ്ട് നിൻ്റെ കുടുംബത്തിലൊരു സമാധാനവും സന്തോഷവും വന്ന് നിറഞ്ഞു കവിയും. നീ പരിശുദ്ധാത്മാവുമായിട്ട് ഒന്നായാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അറിയാതെ ഒരു ഐക്യം ഉണ്ടാകും പ്രിയപ്പെട്ടവരെ, ഒരു ശാന്തത ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? നീ വരിക, നീ കാണുക, ദൈവവുമായിട്ട് ഒന്നാവുക, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ നിറയുക. അപ്പോൾ ഒന്നായി മാറുന്ന അവസ്ഥയിൽ എന്തോരം ഫലങ്ങൾ, എന്തോരം കൃപകൾ നമുക്ക് ലഭിക്കുന്നു. നോക്കിയേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ആ ഫലം നീ ഭക്ഷിച്ചു. ഏത് ഫലം ഭക്ഷിച്ചു? ആനന്ദത്തിൻ്റെ, ക്ഷമയുടെ, നന്മയുടെ, സ്നേഹത്തിൻ്റെ, ആത്മനിയന്ത്രണത്തിൻ്റെ ഈ കൃപകളെല്ലാം നീ ഭക്ഷിച്ചു. പിശാച് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി പറയണത് എന്താണെന്നറിയാം? വന്ന് കാണുക. എന്ത് കാണണം? ദൈവം നിഷേധിച്ച ചില കാര്യങ്ങൾ നീ കാണണം, നീ എന്നിട്ട് അത് അനുഭവിക്കണം. എന്നിട്ട് നിൻ്റെ ജീവിതം നശിപ്പിച്ച് ഒരു കുഴിയിൽ കൊണ്ട് തള്ളിയിട്ടിട്ട് കരയിപ്പിക്കുമ്പോൾ പിശാച് അവിടെ നിന്ന് സന്തോഷിക്കും. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഏത് ദുഃഖത്തിൻ്റെ അവസ്ഥയിലും, ഏത് തകർച്ചയുടെ അവസ്ഥയിലും നീ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് വന്ന് കാണുക, കർത്താവിനെ ഒന്ന് വന്ന് കാണുക. 3-4 ദിവസം പോയാൽ പോട്ടെ, 5 ദിവസം പോയാൽ പോട്ടെ. ഒരു വർഷത്തിൽ 365 ദിവസമല്ലേ? 5 ദിവസം പോയാലും ബാക്കി 300 ദിവസം ഉണ്ടല്ലോ. കർത്താവിനെ വന്ന് കാണുക, കർത്താവിനെ അറിയുക, പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലങ്ങളെല്ലാം നമ്മൾ ഭക്ഷിക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് മാറുക. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ പറയണത്, ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി. ഒരു ധ്യാനം കൂടി, ഒരു അഭിഷേകം സ്വീകരിച്ച്, ഒരു നന്മയുടെ നിറവിൽ നീ തിരിച്ചു പോകുമ്പോൾ, തിരിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കുടുംബം പുതിയൊരു കുടുംബമായിട്ട് മാറും, പുതിയൊരു സന്തോഷം നിറയും, യേശു തരുന്ന ഫലം ഭക്ഷിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറും. നമ്മൾ കാണുന്ന ഒരു കാര്യം, ചുറ്റുപാട് നോക്കുക. ഒരു മദ്യത്തിന് അടിമയായിട്ടുള്ളൊരു വ്യക്തി, എന്നും മദ്യപിക്കുന്ന വ്യക്തി, ഈ വ്യക്തി മദ്യപിച്ചു കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ഉള്ളിൽ അറിയാതെ വരുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? മദ്യവും ഈ വ്യക്തിയും ഒന്നായിട്ട് മാറും. ഈ വ്യക്തി അല്ല സംസാരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഈ വ്യക്തി പറയും, ഞാൻ ഓർക്കുന്നില്ല ഒന്നും പറഞ്ഞത്. കാരണം വേറെ ആരുടെയോ നിയന്ത്രണത്തിലായി ആ ആത്മാവും, ആ ദുഷ്ടതയുടെ ആത്മാവും, ആ മദ്യത്തിൻ്റെ ആത്മാവും ഈ വ്യക്തിയും ഒന്നായി മാറുമ്പോൾ ഈ വ്യക്തിയുടെ നിയന്ത്രണം മാറിപ്പോവുകയാണ്. അതാണ് സംഭവിക്കുന്നത്. എന്നും സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ നിക്കോട്ടിൻ അത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. നിക്കോട്ടിൻ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് നമ്മൾ പറയുമെങ്കിലും ആദ്യമായിട്ട് ചിന്തിക്കും നമ്മൾ മനസ്സിലാക്കുക, ഒരു നന്മയുടെ പ്രേരണയല്ലല്ലോ അത്, ഒരു തിന്മയുടെ പ്രേരണയല്ലേ. ആ തിന്മയുടെ പ്രേരണയും ഓരോ വ്യക്തിയും ഒന്നായിട്ട് മാറുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ രോഗം വന്നു ചേരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, പരിശുദ്ധാത്മാവേ ആരാധന, പിതാവേ സ്തോത്രം. വേറൊരു കാര്യം എടുത്ത് നോക്കുക. എല്ലാ ദിവസവും മോശമായിട്ടുള്ള ചിത്രങ്ങൾ കാണുന്ന ഒരാളെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് മോശമായിട്ടുള്ള ചിന്തകൾ കടന്നു വരികയാണ്. ആ വ്യക്തി അതിനനുസരിച്ച് പോയി പാപത്തിൽ പോയി വീഴുകയാണ്. പലപ്പോഴും പല യുവാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഈ ഒരു മേഖലയിൽ അതൊരു വലിയൊരു പാളിച്ചയാണ്. അവിടെ നിന്നൊന്നും മുക്തി നേടാൻ പറ്റണില്ല, അവിടെ നിന്നൊരു മോചനം കിട്ടുന്നില്ല. വാസ്തവത്തിൽ ഈ യുവാക്കന്മാരൊക്കെ ഇവരൊന്നും ഇത്ര മോശക്കാരൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മക്കൾ മോശക്കാരാണെന്ന് നമ്മൾ പറയരുത്. പലവിധ സ്വാധീനങ്ങൾ അവരെ അടിമപ്പെടുത്തി കഴിയുമ്പോൾ ആ സ്വാധീനവും അവരും ഒന്നായി മാറുകയാണ്. പൈശാചികമായ ശക്തി അവരുടെ ഉള്ളിൽ തിന്മയുടെ കുറേ പ്രലോഭനങ്ങൾ കൊണ്ടുപോയി കുത്തി നിറച്ച് കഴിയുമ്പോൾ, ഈ തിന്മ മുഴുവൻ അവരിലങ്ങ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ, ഈ തിന്മ ഇവരറിയാതെ ഇവരുടെ കൈകളിലൂടെ പ്രവർത്തിക്കും, ഈ തിന്മ ഇവരറിയാതെ ഇവരുടെ കണ്ണുകളിലൂടെ പ്രവർത്തിക്കും. ഈ തിന്മയുടെ സ്വാധീനവും ഇവരും ഒന്നായി മാറുമ്പം ഇവരറിയാതെ ഇവരുടെ കാലുകൾ തിന്മയുടെ കാലുകളായി മാറും. അതുകൊണ്ടാണ് ഇവർ തിന്മ പ്രവർത്തിക്കാൻ നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇവർ തിന്മ പ്രവർത്തിക്കാൻ കൈകൾ ഉയർത്തുന്നത്. ഇതുകൊണ്ടാണ് ഇവർ തിന്മ കാണുവാൻ കണ്ണുകൊണ്ട് കണ്ടുപോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, പിശാച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഞാനും നീയും ഒന്നാണ്. യേശു തരാത്ത ചില ഫലങ്ങൾ പോയി ഭക്ഷിക്കുവാൻ പിശാച് നമ്മളെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശു പറഞ്ഞ വചനം, ഞാനും പിതാവും ഒന്നാണ്. നമ്മൾ ഇന്ന് ഏറ്റു പറയണം, കർത്താവിനെ വന്ന് കണ്ടിട്ട് ഞാനും എൻ്റെ യേശുവും ഒന്നാണ്, എൻ്റെ കുടുംബവും എൻ്റെ യേശുവും ഒന്നാണ്. എല്ലാ ദിവസവും വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്ന വീടുകളിൽ അവിടെ ഒരു അഭിഷേകവും ഒരു അനുഗ്രഹവും അതൊരു പ്രത്യേകതയാണ് ആ കുടുംബത്തിൻ്റെ. കാരണം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു ആ ഭവനത്തിൻ്റെ രക്ഷകനും നാഥനുമായിട്ട് വരികയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബൈബിളിൽ ഒരു കുടുംബം, ആ കുടുംബം സക്കേവൂസിൻ്റെ കുടുംബമാണ്. ഈ സക്കേവൂസ് എന്ന് പറയുന്ന വ്യക്തി അന്നത്തെ കാലഘട്ടത്തിൽ
പാക്സ് റൊമാനോ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. എന്ന് പറഞ്ഞാൽ റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കുവാൻ വേണ്ടി റോമാക്കാർ ഏർപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഈ സക്കേവൂസ് എന്ന് പറയുന്നത്. ആ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇയാളുടെ കീഴിൽ പടയാളികളുണ്ട്. ഇദ്ദേഹം എല്ലാ ദിവസവും പണം പിരിക്കാൻ പടയാളികളെ നാട് നീളെ വിടും. യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് കൈ കിട്ടുന്നത് എല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് പോരും. ഇഷ്ടംപോലെ പൈസ സമ്പാദിച്ചു. ഇദ്ദേഹത്തോട് പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? പൈസയും നീയും ഒന്നാണ് സക്കേവൂസേ. സക്കേവൂസേ, നീയും പൈസയും ഒന്നാണ്. ചാക്കയിൽ നിറച്ചു വെച്ച പൈസയിലോട്ട് നോക്കുക നീ. നീയും ഇതും ഒന്നാണ്. രാവിലെ വീണ്ടും പട്ടാളക്കാരെ വിട്ടോ, തല്ലിയാണെങ്കിലും വേണ്ടില്ല, കൊന്നാണെങ്കിലും വേണ്ടില്ല, മോശപ്പ് എന്ത് ചെയ്താണെങ്കിലും വേണ്ടില്ല, പൈസ ചാക്കയിൽ നിറച്ചോ. ഇതാണ് സക്കേവൂസിനോട് എല്ലാ ദിവസവും പിശാച് പറഞ്ഞു കൊടുത്തത്. സക്കേവൂസ് നോക്കിയാൽ നല്ല കാര്യം, പൈസ ഇഷ്ടം പോലെ കിട്ടണു. അപ്പോൾ സക്കേവൂസ് മനസ്സിലാക്കി പൈസയും ഞാനും ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, കുറേ കാലം എന്തൊക്കെയോ കുറേ പൈസ ഉണ്ടാക്കി, കുറേ സമ്പാദ്യം ഉണ്ടാക്കി, കുറേ കുറ്റങ്ങൾ ഉണ്ടാക്കി കാണും, കുറേ പാഠം മേടിച്ചിട്ട് കാണും, എന്തൊക്കെ ചെയ്തെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതുപോലെ ഒരു മനുഷ്യൻ ഒരു ദിവസം നോക്കിയപ്പോൾ പറയാണ്, എൻ്റെ മനസ്സിന് സന്തോഷമില്ല, എൻ്റെ മനസ്സിനൊരു സമാധാനമില്ല, എനിക്ക് ഒരു ഉന്മേഷമില്ല, ഇതെന്ത് ജീവിതം. വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയുടെ മുഖം കറുത്തിരിക്കുന്നു, മക്കൾ പറഞ്ഞിട്ട് കേൾക്കണില്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് മക്കളിതാ മാസം മുഴുവൻ പൊടിച്ച് നശിപ്പിച്ച് കളയുന്നു. എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഏകദേശം 90% നിയന്ത്രണവും പിശാച് കൈക്കലാക്കി കഴിഞ്ഞപ്പോൾ പിശാച് തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ സക്കേവൂസിന് മനസ്സിലായി, ഞാനും പിശാച്ചും ഒന്നാണ്, ഇവിടുന്ന് ഒരു വിടുതൽ വേണം. കർത്താവിൻ്റെ വചനം എന്താ പറയണമെന്നറിയാമോ? സക്കേവൂസ് എന്ന് പറയുന്ന വ്യക്തി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. ഈ ഫിലിപ്പോസ് എന്താ പറഞ്ഞത്? നിൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം വേണമെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം വേണമെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ ഒരു കൃപ നിറയണമെങ്കിൽ സഹോദര നഥാനയേലെ വന്ന് കാണുക നീ. സക്കേവൂസിനെ നോക്കി വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് എന്താണെന്നറിയോ? സക്കേവൂസെ, നീയും പണവും ഒന്നായിട്ട് മാറിയതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. തോന്നിവാസം കാണിച്ചത് കൊണ്ടല്ല ഈ പ്രശ്നം ഉണ്ടായത്. നീ ഒന്ന് വന്ന് കാണുക, യേശുവിനെ ഒന്ന് വന്ന് കാണുക. സഹോദരി, എന്ത് സാഹചര്യത്തിലും യേശുവിനെ വന്ന് കാണുക എന്ന് പറഞ്ഞൊരു തീരുമാനമെടുക്കുന്നത് നിസ്സാരമായിട്ടുള്ള ചെറിയൊരു തീരുമാനമാണെന്ന് വിചാരിക്കരുത്. നോക്കിയേ, നഥാനയേൽ വന്ന് കാണാൻ തീരുമാനിച്ചു. ആരോ വന്ന് പറഞ്ഞു കേട്ടിട്ട് പോയി ഒരു തീരുമാനം എടുത്തതാണ്. നീ വീട്ടിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ നിൻ്റെ അയൽവാസി, നിൻ്റെ കൂട്ടുകാരൻ, ആരെങ്കിലും ഒരാൾ പറയും, ഒന്ന് പോയി പരിചയപ്പെട്, യേശു ആരാന്ന് പരിചയപ്പെട്, ഒരു 5 ദിവസം നീ ഇരുന്ന് പോയി വചനം കേൾക്ക്. ഇത്രയും കാലം പല കാര്യങ്ങളും ചെയ്തു, ഇനി വിജയിക്കില്ല, ഇങ്ങനെയൊന്നും നിരാശപ്പെടുത്തുന്ന ചിന്തകൾ നീ വെക്കാൻ പാടില്ല, വന്ന് കാണണം. സക്കേവൂസ് എന്ത് ചെയ്തു? ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് യേശുവിനെ ഒന്ന് കാണാൻ തീരുമാനിച്ചു. ഈ മനുഷ്യൻ പോയി ഒരു മരത്തിൻ്റെ മുകളിൽ കയറി അവിടെ എങ്ങനെ ഇരിക്കുകയാണ്. ഇദ്ദേഹത്തിന് കൂടുതലൊന്നുമില്ല, ഒന്ന് കാണണം, ഇത്രേ ഉള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രചോദിപ്പിച്ചപ്പോൾ ആ നിമിഷം അവിടുന്ന് ഇറങ്ങി, ആ ടാക്സ് ബൂത്തിൽ നിന്ന് അയാൾ ഇറങ്ങി ആ മരത്തെ പോയി കയറി. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു കൂട്ടം ആളുകളുമായി യേശു നടന്നു പോവുകയാണ്. പക്ഷേ യേശുവിൻ്റെ കണ്ണ് ആ മരത്തിലായിരുന്നു, ആ സിക്കമൂർ മരത്തിലായിരുന്നു, നിറയെ ഇലകളുള്ള ആ മരത്തിലായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പതുങ്ങിയിരിക്കുന്ന സക്കേവൂസിലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കണ്ണ് അവിടെ എത്തിയപ്പോൾ കർത്താവ് മുകളിൽ നോക്കി പറഞ്ഞു, സക്കേവൂസെ ഇറങ്ങി വരിക. ഹല്ലേലൂയ. സക്കേവൂസ് ആ മരത്തിൽ നിന്ന് ഇതാ താഴെ ഇറങ്ങി. നോക്കിയേ, വന്ന് കാണാൻ വേണ്ടി സക്കേവൂസ് ഒന്ന് മെനക്കെട്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരി, യേശു ആ മകനെയുമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഒരു വ്യക്തി കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ ആ വ്യക്തിയിലൂടെ കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. ആ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മക്കളെ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചു. നോക്കിയേ, വന്ന് കാണുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. 5 ദിവസം കർത്താവിനെ അനുഭവിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നീ വെറുതെ വന്നിരുന്നാൽ മതി, വെറുതെ വന്ന് വചനം കേട്ടാൽ മതി, വെറുതെ ഒരു അഭിഷേകം സ്വീകരിച്ചാൽ മതി. ഇതാ മുന്നോട്ടുള്ള ജീവിതം മുഴുവൻ പ്രകാശമായി. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി ആദ്യമായി സക്കേവൂസ് എന്ന് പറയുന്ന ഒരു ടാക്സ് കളക്ടർ ഭക്ഷണം കഴിച്ചു, സന്തോഷത്തോടെ സമാധാനത്തോടെ. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കും, പക്ഷേ അന്നത്തെ ഭക്ഷണത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നീ ഒരു ധ്യാനം കൂടി, നീ ഒരു കൃപ സ്വീകരിച്ച് പാപത്തിൻ്റെ വഴികൾ വിട്ടുമാറി ഇതാ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ നീ നിൻ്റെ കുടുംബത്തോടൊത്ത് സന്തോഷമായി സമാധാനമായി ഭക്ഷണം കഴിക്കാൻ കർത്താവ് കൃപയൊരുക്കും. കാരണം ആ ഭവനത്തിൽ കർത്താവ് ഉണ്ട് കൂടെ. യേശു കർത്താവ് ആ ഭവനത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു കുറവായിട്ട് മാറാൻ പാടില്ല. കർത്താവിനെ വന്ന് കാണുവാൻ, വലിയൊരു അഭിഷേകം സ്വീകരിക്കുവാൻ ദൈവം ഇതാ ഓരോ മക്കളെയും വലിയ സമൃദ്ധമായിട്ട് സന്തോഷമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. കർത്താവ് ഓരോ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഓരോ മക്കളും നിങ്ങളുടെ ഭവനത്തിനടുത്ത് ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വചന ശുശ്രൂഷയുടെ സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങളവിടെ പോകണം. യേശുവാണ് ഇത് ക്ഷണിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങളുടെ ഭവനം എവിടെയാണോ അവിടുന്ന് ഏറ്റവും
അടുത്തുള്ള ഒരു സ്ഥലത്ത്, അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നിങ്ങൾ പോയി വചനം കേൾക്കണം, നിങ്ങൾ പോയി കർത്താവിനെ ആരാധിക്കണം. ഇതൊരു നഷ്ടമായിട്ട് പരിഗണിക്കരുത്. കർത്താവ് പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. വന്ന് കാണുക. നഥാനിയേൽ വന്നു, കണ്ടു, ഇത് അഭിഷേകം സ്വീകരിച്ച് പോയി. സഖ്യവൂസ് തീരുമാനമെടുത്തു, വന്നു, കണ്ടു, അഭിഷേകം സ്വീകരിച്ച് പോയി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവിന് എതിരെ പ്രവർത്തിക്കുന്ന ചില വ്യക്തികളുണ്ട്, ചില സംവിധാനങ്ങളുണ്ട്. കർത്താവിനെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത ചില വ്യക്തികളുണ്ട്. ഇവരുടെ കൂടെയുള്ള സംസാരവും ഇവരോടുള്ള ആ ഒരു വലിയ ബന്ധവും നമ്മൾ ഒഴിവാക്കിയാലേ കർത്താവിനെ വന്ന് കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു തിന്മയുടെ ഒരു ചങ്ങലയിൽ പെട്ട് കിടക്കുന്ന കുറേ ആളുകളുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചാൽ അതൊരു മണ്ടത്തരമായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൽ ചില പദ്ധതികൾ, ചില സ്വപ്നങ്ങൾ ദൈവത്തിരുസന്നിധിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇത് പോയിട്ട് വളരെയധികം പൈശാചികമായ സ്വാധീനത്തിൽ അടിമപ്പെട്ട് കഴിയുന്ന ചില വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദ്ധതി പാളിപ്പോവും. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ സ്വാധീനത്തിൽ, കർത്താവിൻ്റെ ആ ഒരു ബന്ധത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലമാണ് നമ്മുടെ ജീവിതത്തിൽ പദ്ധതികൾ ഓരോന്നായിട്ട് നിറവേറി പോകുന്നത്. ചില വ്യക്തികൾ എന്ത് ചെയ്യും, കർത്താവിന് മുമ്പിൽ ചില തീരുമാനങ്ങൾ, പദ്ധതികൾ എടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ പോയിട്ട് തിന്മയുടെ ചങ്ങലയിൽ കിടക്കുന്ന ചില മനുഷ്യരുണ്ട്. പിശാചിനെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്ത ചില വ്യക്തികളുണ്ട്. ഇവരുമായിട്ട് പോയിട്ട് ഈ പദ്ധതികൾ അങ്ങോട്ട് ഷെയർ ചെയ്യും. അവരുടെ കയ്യിൽ നിന്ന് കുറേ അഭിപ്രായങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കും, അവരുടെ കയ്യിൽ നിന്ന് കുറേ ആലോചനകൾ സ്വീകരിക്കും. ഈ കൃപ മുഴുവൻ അവിടെ നശിപ്പിച്ച് കളയും. കർത്താവും നീയും ഒന്നാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നിന്റെ കുടുംബവും യേശുവും ഒന്നാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ കർത്താവിനോട് ഒന്നായി ചേർന്ന് കർത്താവിന് മുമ്പിൽ ആരാധിച്ച്, കർത്താവിന് മുമ്പിൽ സ്തുതിച്ച് ആ സ്വപ്നങ്ങൾ പൂവണിയണം. മറ്റുള്ള കണ്ണി കണ്ട ആളുകളുടെ മുമ്പിൽ പോയിട്ടല്ല നമ്മുടെ സ്വപ്നങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. യേശുവിൻ്റെ മുമ്പിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് മുമ്പിൽ നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ആവശ്യമില്ലാത്തടത്ത് പോയി നമ്മൾ പോയി വിളമ്പും. നമ്മൾ ആവശ്യമില്ലാത്തടത്ത് പോയി പറയും. എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ അവരെ ഓരോരോ ദിവസം നമുക്ക് പറഞ്ഞു തരും. തിന്മയുടെ സ്വാധീനത്തിൽപ്പെട്ട ഏത് വ്യക്തി പറഞ്ഞു തരുന്ന അഭിപ്രായമുണ്ടോ നീ അത് സ്വീകരിക്കാൻ പാടില്ല. തിന്മയിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു വ്യക്തി നിനക്ക് ഒരു അഭിപ്രായം തരികയാണെങ്കിൽ ആ അഭിപ്രായത്തിലൂടെ തിന്മയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ കയറി വരാൻ സാധ്യതയുണ്ട്. പിശാച് കുതന്ത്രങ്ങളുടെ രാജാവാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. തിന്മയുടെ സ്വാധീനങ്ങൾ, തിന്മയുടെ വ്യക്തികൾ, ബന്ധനങ്ങൾ എനിക്ക് ഒഴിവാക്കിയേ തീരൂ. കാരണം എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണാനുള്ള സമയമാണ്. കർത്താവ് പറഞ്ഞല്ലോ, നഥാനിയേലേ, ഇതിലും വലിയ കാര്യങ്ങൾ നീ കാണും. നീ കണ്ടതൊന്നുമല്ല. നിൻ്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വലിയ കൃപയുടെ ഒരു കുത്തൊഴുകും ഉണ്ടാകാൻ പോവുകയാണ്. യേശു പറഞ്ഞു, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. നോക്കിയേ, ഒരു ബന്ധത്തിലേക്ക് വന്ന് കാണുക, കർത്താവിനെ ആരാധിക്കുക, എന്നിട്ട് യേശുവിനെ സ്വീകരിക്കുക, കർത്താവിനോട് ഒന്നായി മാറുക, പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ സ്വീകരിക്കുക. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. യേശുവുമായിട്ട് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിൻ്റെ കുടുംബത്തിന് വിടവില്ലാത്തൊരു ബന്ധം വേണം. എന്നും പ്രാർത്ഥിക്കുന്ന ഒരു ബന്ധം വേണം. ഞാനും എൻ്റെ കർത്താവും ഒന്നാണെന്ന് നീ പറയണം. ഒരു വിടവില്ലാത്ത ബന്ധം. അങ്ങനെ വിടവില്ലാത്തൊരു ബന്ധം, ഞാനും എൻ്റെ കർത്താവും ഒന്നാണെന്നുള്ളൊരു വലിയ ബന്ധം ആ കുടുംബത്തിലുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോ, നീ ചെയ്യുന്ന എല്ലാ കാര്യവും പെർഫെക്റ്റായിട്ട് മാറും. നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു 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 കുറവുണ്ടാവില്ല. പെർഫെക്റ്റായിട്ട് മാറും. കാരണം എന്താണ്? വിടവില്ലാത്ത ബന്ധം യേശുവുമായിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപ നിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുകയാണ്. നഥാനിയേലിനെ പോലെ വന്ന് കാണുക. സഖ്യവൂസ് തീരുമാനം എടുത്തതുപോലെ വന്ന് കാണുക. കർത്താവിനെ വന്ന് കാണണം. കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കണം. നീയും നിൻ്റെ കുടുംബവും വലിയ സന്തോഷത്തിൻ്റെ നിറവിൽ ജീവിക്കണം. യേശു ഇതാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. കർത്താവിന് വേണ്ടി നിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുക. കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുക. ഏറ്റവും അടുത്തുള്ള ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെയും നിൻ്റെ കുടുംബത്തെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും കർത്താവ് കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. എന്തു ചെയ്താലും അതിൽ അഭിഷേകം നിറയുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് കുടുംബം നിറയട്ടെ. സന്തോഷവും സമാധാനവും എന്നും കുടുംബത്തിലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.